ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും എൻ്റെ മുന്നിൽ വിളിക്കുന്ന മഹത് വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഈ പരിപാടിക്ക് പുസ്തക പ്രകാശനം എന്നുള്ള പരിപാടിക്ക് ഞാൻ അർഹനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പരിപാടിക്ക് ക്ഷണിച്ചത് എൻ്റെ പെങ്ങളും എൻ്റെ അളിയനും കൂടിയിട്ടാണ്, രവിമേനല്ല. കാരണം അവരുമായിട്ടുള്ള കുടുംബമായിട്ടുള്ള ബന്ധം അത്രയ്ക്ക് ശക്തമാണ് എൻ്റെ അളിയനും പെങ്ങളുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ സാധാരണ ഹൈക്കോടതി ജഡ്ജിമാരാണ് റിട്ട് ഓഫ് മാൻഡമസ് ഇഷ്യൂ ചെയ്യുക. ഇവിടെ എനിക്ക് എൻ്റെ അളിയനും പെങ്ങളും കൂടി റിട്ട് ഓഫ് മാൻഡമസ് എന്നാണ് ഈ പരിപാടി പങ്കെടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് ആ മാൻഡമസിൻ്റെ ഒരു ഡയറക്ഷൻ്റെ കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം ശ്രീ രവിമോഹനൻ എന്നെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞു. ഞാൻ അറിയില്ലായിരുന്നു. എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഞാൻ ട്രിവാൻഡ്രത്ത് കഴിഞ്ഞ് അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോൾ 1 മണിക്കൂറോളം രവിമോഹനൻ അവിടെ എന്നെ കാണാൻ അവിടെ വെയിറ്റ് ചെയ്തു. ഞാൻ അറിയില്ല. അവസാന നിമിഷമാണ് എന്നോട് പറഞ്ഞത് ഇദ്ദേഹം ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ക്ഷമ ഇപ്പോഴും ഞാൻ ചോദിക്കുകയാണ്. ഇവിടെ 1 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് പൊക്കോളാം, എന്നെ കാണണമെങ്കിൽ ഓൾറെഡി മാൻഡമസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ഫോണിൽ ഒരു മാൻഡമസ് എനിക്ക് ഇഷ്യൂ ചെയ്തിട്ട് അത് രവിമേനൻ എന്താ വെച്ചാൽ ഈ പുസ്തകം വായിച്ചിട്ടേ കൊണ്ട് വരാൻ പാടുള്ളൂ. അതുകൊണ്ട് പുസ്തകം ഞാൻ എൻ്റെ തിരക്കിനിടയിലും മുഴുവനായി ഞാൻ വായിച്ചു എന്നുള്ളത് സത്യമല്ല. ഞാൻ മുഴുവനായിട്ട് വായിച്ചു. അതിൻ്റെ വായിച്ചതിലുള്ള ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം ഈ പ്രകാശന സമയത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു പുസ്തകം വായനക്കാരിലേക്ക് എത്തുന്നത് അതെങ്ങനെ സംവദിക്കുന്നു, വായനക്കാരുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പുസ്തകത്തിലെ എഴുത്തുകൾ വായനക്കാരെ പിടിച്ചിരുത്തണം. എങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് എന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ വായന വളരെ മോശമായി, ഞാനടക്കമുള്ള ആൾക്കാരിൽ വായന വളരെ മോശമായിരിക്കുന്ന ഒരു കാലത്ത് പുസ്തകത്തെ പിടിച്ചിരുത്താൻ, പുസ്തകം വായനയിൽ പിടിച്ചിരുത്താൻ സാധിക്കണം. അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ആവണം പുസ്തകം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉത്തമോദാഹരണമാണ് ഈ ബുക്ക് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആദ്യത്തെ 2 പേജുകൾ വായിച്ചാൽ ആ പുസ്തകം മുഴുവനായി വായിക്കാൻ നമ്മുടെ മനസ്സ് തോന്നണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ പിടിച്ചിരുത്തണം. ഞാൻ എൻ്റെ തിരക്കിനിടയിൽ ആദ്യം പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ 2 പേജ് വായിച്ചപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഈ പുസ്തകം മുഴുവനായിട്ട് ഞാൻ ഇവിടെ നിന്നത് കള്ളത്തരം പറയില്ല, ഇത് വായിച്ചു എന്ന് മുഴുവനായി വായിച്ചിട്ടേ ഞാനിവിടെ വരുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ നമ്മുടെ ഇതിനകത്ത് വിവിധ തരം വ്യക്തികളെ ശ്രീ രവിമേനുമായിട്ടുള്ള ബന്ധം പ്രകടിപ്പിക്കുന്ന ഒരു സംഭവമാണ് മുഴുവനായിട്ട് പുസ്തകത്തിൽ. ഓരോരാളും അദ്ദേഹം ആയിട്ട് പരിചയപ്പെട്ടതും അദ്ദേഹം ആയിട്ടുള്ള ഒരു ആത്മബന്ധത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ അവർക്കുണ്ടായിരുന്ന വലിയ 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 അദ്ദേഹത്തിനുള്ള കടപ്പാടുകൾ അവരോട്, ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ കഥാപാത്രങ്ങൾ മുഴുവൻ വായിക്കുമ്പോൾ ആ കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നു എന്നുള്ള ഒരു തോന്നിച്ച വായനക്കാരിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എഴുത്തുകാരൻ വലിയ വിജയം നേടിയെന്നുള്ളതാണ്. അത് ഞാൻ രവിമേനോനെ ഇവിടെ വെച്ച് അഭിനന്ദിക്കുകയാണ്.
ഈ മുഴുവൻ വ്യക്തികളെയും നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ ആ ആൾക്കാർ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകും. അതിന് ഞാൻ നേരത്തെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞ പോലെ MT അവതരിപ്പിച്ചത് ആദ്യത്തെ 2 പേജുകൾ. ഈ പുസ്തകം വായിക്കാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ആദ്യത്തെ 2 പേജുകളാണ് ഞാൻ പറയുന്നത്. രവിമേനൻ ആദ്യമായിട്ട് MT കാണാൻ അവിടെ പോകുന്നത്. നിങ്ങൾ ബോറടിപ്പിക്കില്ലെങ്കിൽ ഞാൻ 2 പേജുകൾ വായിക്കാം. സുന്ദരമായ പേജുകളാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് MT നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് പോലെ തോന്നും. ഞാൻ വായിക്കാം. അതെങ്ങനെയാണ് തുടങ്ങുന്നത് അതുകൊണ്ട് ഞാൻ അതാ പറയുന്നത്. പുസ്തകത്തിൻ്റെ ആദ്യത്തെ 2 പേജുകൾ ഏറ്റവും പ്രധാനമാണ്. അത് വായനക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്നതാണ്. ആ ഒരു രീതിയിലാണ് ഈ പുസ്തകത്തിൻ്റെ തുടക്കം തന്നെ. നോക്കൂ, നിങ്ങൾ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. MT ആണ് മുന്നിൽ. കുട്ടിക്കാലം മുതൽ കാണാൻ കൊതിച്ച എഴുത്തുകാരൻ നിവർത്തിപ്പിടിച്ച പത്രത്തിലൂടെ കണ്ടോടിച്ചു. കയ്യിലെ ബീഡിയിൽ നിന്ന് ഇടയ്ക്കിടെ പുകയെടുത്തു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ 10ാം കസേരയിൽ ചാരിയിരിക്കുന്നു അദ്ദേഹം. കാലത്ത് മുതൽ കറങ്ങിത്തളർന്ന ഫാനിന്റെ പുലർച്ച മാത്രം അറിയും. ഏകാഗ്ര വായനയാണ്. ചുറ്റുമുള്ള ഒന്നിലുമില്ല അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ. 10-15 മിനിറ്റായി മുന്നിൽ അന്തം വിട്ടു നിൽക്കുന്നു ഞാൻ മാത്രമല്ല, മണിക്കൂറുകളായി മേശപ്പുറത്ത് ബോറടിച്ചിരിക്കുന്ന ചായക്കോപ്പുകൾ. രാവിലെ ക്യാൻറ്റീനിൽ നിന്ന് ആരോ കൊണ്ടുവന്ന് വെച്ച ഇതാവണം ആ ചായ. ആദ്യ തണുത്ത് ഐസായി ഉണ്ടാവും ഇപ്പോൾ. ഇടയ്ക്കൊരിക്കൽ ബീഡിയുടെ തീ ആഷ്ട്രയിൽ കുത്തിക്കെടുത്താൻ പത്രത്തിൽ നിന്ന് ഒരു നിമിഷം MT കണ്ടെടുത്തപ്പോൾ ഞാനൊന്ന് മുരടനക്കി. വീണ് കിട്ടിയ സുവർണാവസരമല്ലേ. വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് സമയം കുറയായിരുന്നു. ശബ്ദം കേട്ട് ഒന്ന് ഞെട്ടിയോ MT എന്ന് സംശയം. പൊടുന്നനെ എൻ്റെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം അതേ വേഗതയിൽ പിൻവലിക്കുകയും ചെയ്തു. വീണ്ടും ശ്രദ്ധ പത്രത്തിലേക്കാണ്. ഇതാണ് പറ്റിയ സമയം. ഇനിയും വൈകിച്ചുകൂടാ. സാന്നിധ്യം അറിയിച്ചേ പറ്റൂ. മനസ്സിലോർത്തു. തെല്ലൊരു സങ്കോചത്തോടെ വിക്കി പറഞ്ഞു, ഞാൻ രവി NP പറഞ്ഞിട്ട് വന്നതാണ്. സ്പോർട്സ് ലേഖനം. പടത്തിനൊപ്പം കയ്യിലെ കവർ MT കാണത്തക്ക വിധത്തിൽ ഉയർത്തി കാണിക്കുകയും ചെയ്തു. ഇത്തവണ മുഖം തിരിച്ച് എൻ്റെ നേരെ നോക്കി MT. കട്ടിമീശയ്ക്കിടയിൽ ഇത്തിരി പോന്നിട്ട് ചന്ദ്രക്കല തെളിഞ്ഞു പോവും. ചുണ്ടിന്റെ കോടിൽ നേർത്തൊരു പുഞ്ചിരി. സാധ്യതയില്ല, തോന്നിയതാകാം. ഇരിക്കാൻ പറഞ്ഞുവോ MT എന്ന് കൺഫ്യൂഷനായിരുന്നു ഞാൻ. കണ്ണുകൾ കൊണ്ട് ഇങ്ങോട്ട് നോക്കി എന്തോ ഒരു ആംഗ്യം കാണിച്ചതുപോലെ. ഒന്നുകിൽ ഇരിക്കാൻ പറഞ്ഞതാകാം, അതോ ചുമരിലെ ക്ലോക്കിൽ നോക്കിയതാണ്. ഞാൻ പറയുന്നത് നമ്മുടെ മുന്നിൽ MT ഇരിക്കുകയാണ് എന്ന് തോന്നുന്ന ഒരവസ്ഥയാണ്. ഇതിലപ്പുറം ഒരു MT വാസുദേവൻ നായർ സാറിനെ അവതരിപ്പിക്കുക വേറെ ആർക്കും സാധിക്കില്ല. വളരെ ലളിതമായ ഭാഷയിൽ നമ്മുടെ മനസ്സിലുള്ള MT വാസുദേവൻ നായർ സാറിനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക. ഈ വായനയിൽ നമ്മളെല്ലാവരും പങ്കാളികളാവണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് വളരെ വളരെ കാര്യമായിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ട് അഭിപ്രായം പറയുന്ന ചിലവും ഇതിനകത്ത് ചില നർമ്മം കൂടി അതിനകത്ത് കലർത്തിയിട്ടുണ്ട്. ഞാൻ MK ദാസിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലീഷ് ഇന്ത്യൻ എക്സ്പ്രസിൽ പോകാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെ ശക്തിയെ പറ്റിയിട്ട് MK ദാസിനെ കാണാൻ പോകുന്നതിൻ്റെ ആദ്യത്തെ ഒരു പാരഗ്രാഫ് ഞാൻ മാത്രം വായിക്കുകയാണ്. ഇംഗ്ലീഷിൽ വല്ലതും ചോദിച്ചു കളയുമോ പത്രാധിപർ എന്നായിരുന്നു എൻ്റെ പേടി. ചോദിച്ചാൽ കുടുങ്ങിയത് തന്നെ. ഈസ്, വാസ്, ഹാസ്, ഹാവ്, വുഡ് ഒക്കെ അന്നും ഇന്നും പിടിതരാത്ത ഭൂതപ്രേതപ്പിശാചുകൾ. ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ഒരു പുസ്തകം വായനയിൽ നമുക്ക് നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്നത്. എഴുത്തുകാരന് എന്ത് നർമ്മമായാലും കാര്യമായാലും അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾക്ക് പകർന്നു തരാൻ ഒരു എഴുത്തുകാരന് സാധിച്ചു കഴിഞ്ഞാൽ അത് വായനക്കാരുടെ ഭാഗ്യമാണ്, നമ്മുടെ എല്ലാം ഭാഗ്യമാണ്. അത് വായിക്കാൻ ഇവിടെ ഇരിക്കുന്നത് മാത്രമല്ല, നമ്മളെല്ലാവരോടും അത് പറയണം എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു അത്ഭുതമായിരുന്നു വിംസി. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ സ്പോർട്സ് അന്നൊക്കെ ആകെ വായിക്കുന്ന സ്പോർട്സ് പേജ് മാത്രമായിരുന്നു നമ്മളൊക്കെ.